ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഒരാൾ ഡോക്ടർ, ഒരാൾ IRS, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലും സിവിൽ സർവീസിലും മെഡിക്കൽ പ്രൊഫഷനിലും. എന്തുകൊണ്ടാണ് ബാലജന സഖ്യത്തിൽ നിന്ന് KSU, അതിനുശേഷം യൂത്ത് കോൺഗ്രസ്, 20 MLA, മന്ത്രി, MP, അങ്ങനെയായിരുന്നു ആ വളർച്ച എന്ന് പറയുന്നത്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഈ പൊളിറ്റിക്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്, ഹരിപ്പാട് അല്ലെങ്കിൽ മാവേലിക്കര കോൺസ്റ്റിറ്റ്യുവൻസി അങ്ങനെയല്ല സർ, ഇത് ഓരോരുത്തർക്ക് വരുന്ന അവസരം പോലെയല്ലേ. ഞങ്ങൾ പഠിച്ചതൊക്കെ ഡൽഹിയിലല്ലേ, സ്കൂളിംഗ് ഒക്കെ അവിടെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോയിൽ അക്കാഡമിക്കലി അങ്ങ് പോയി എന്നുള്ളതാണ്. അല്ലാതെ ഇത് മനഃപൂർവ്വം വരാത്തതൊന്നുമല്ല. അവസരം വന്നില്ല എന്നുള്ളതാണ്. ഒന്ന്, അവസരം വന്നില്ല. രണ്ട്, ഈ അച്ഛൻ്റെ ഒരു പൊളിറ്റിക്സിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ കണ്ടപ്പോൾ ഇത് കുറച്ചുകൂടി ഹാർഡ് വർക്കിംഗ് മേഖലയാണെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അല്ല, അത്ര എളുപ്പമുള്ള മേഖല അല്ലല്ലോ. നിങ്ങളെപ്പോലുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയാൻ വേണം അല്ലേ? ഇതേ ചോദിച്ചിട്ടുണ്ട് മിത്രനോട് ചോദിച്ചാൽ വൈ സിവിൽ സർവീസ്? ഈ സിവിൽ സർവീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണല്ലോ രാഷ്ട്രീയവും സിവിൽ സർവീസും. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി കിട്ടി. 6 മാസം അവിടെ വർക്ക് ചെയ്തു. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോൾ വീട്ടിൽ അവതരിപ്പിച്ചു. അവർ പറഞ്ഞു തീർച്ചയായിട്ടും പഠിച്ചു നോക്കണം. പറഞ്ഞിട്ടുണ്ടോ കം ടു പോളിറ്റിക്സ്? ഇല്ല, ഒരിക്കലും ഇല്ല. രോഹിതിനോട് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെ പൊളിറ്റിക്സിലേക്ക് വരണമെന്നോ പൊളിറ്റിക്സിലേക്ക് വരണ്ടെന്നോ പറഞ്ഞിട്ടില്ല. ചോയ്സ് ഇസ് യുവേഴ്സ്. അത് അവരാണ് തീരുമാനിക്കുന്നത്, ആണ്, നമ്മളല്ല. ആണ്. പക്ഷേ അപ്പോഴും അങ്ങ് KSUവിലൂടെ വന്ന് ബുദ്ധിമുട്ടി. ഞാൻ തുറന്നു ചോദിക്കട്ടെ, ഇതിനുള്ളിൽ അത്ര ബുദ്ധിമുട്ടിയും കഷ്ടപ്പാടും ഒക്കെ നിൽക്കണം, ഈ യാതനകൾ അനുഭവിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവുള്ളത് കൊണ്ടാണോ മക്കളെ നിർബന്ധിക്കാൻ പൊളിറ്റിക്സിൽ? അല്ല, അതുകൊണ്ടല്ല. ഒന്നാമത് ഈ പറഞ്ഞ പോലെ അവർ ഡൽഹിയിലാണ് പഠിച്ചത്. എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ മക്കളാണ്. അവർ പഠിച്ചതൊക്കെ ഡൽഹിയിലാണ്. ഞാൻ MP ആയതുകൊണ്ടുള്ള ഏക ഗുണം അതാ പറ്റി. എന്നുവെച്ചാൽ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റി. സെൻറ്റ് കൊളംബസിൽ പഠിക്കാൻ അവസരം കിട്ടി. അവിടെ പഠിക്കുമ്പോൾ അവർക്ക് ഹിന്ദി ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായിട്ട് കിട്ടും. മലയാളം ഇപ്പോഴും രണ്ടുപേർക്ക് എഴുതാൻ അറിയില്ല. ആണോ? ഇപ്പോഴും എഴുതാനറിയാം. ഇപ്പോഴും ബാലരമയും ഒക്കെ വായിക്കുന്ന പാർട്ടിയാണ്. ബാലരമ വായിക്കും, ഇപ്പോഴും വായിക്കും. മലയാളം എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചു. എഴുതാനറിയാം. അപ്പം ആ ഒരു കാലഘട്ടത്തിന് അവർക്ക് വിദ്യാഭ്യാസത്തിന് അവസരം കിട്ടിയല്ലോ. അപ്പം അങ്ങനെ അവരെ മുന്നോട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ അവരെടുക്കട്ടെ. അതെ. എപ്പോഴെങ്കിലും അനിത മാം പറഞ്ഞിരുന്നോ അവർക്ക് ഇഷ്ടമുള്ളത് പഠിച്ചോളാൻ പറഞ്ഞു? ഒരു നിർബന്ധം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ രാഷ്ട്രീയത്തിൽ വരണമെന്നോ വരണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ചോയ്സ് ഈസ് ദേഴ്സ്, അവരുടെ ചോയ്സാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊളിറ്റിക്സിലേക്ക് വരണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ തടയുമായിരുന്നോ? തടയത്തില്ലായിരുന്നു. കാരണം അവരുടെ ഇഷ്ടമാണ്. അവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ കൈയടത്തേണ്ട കാര്യമില്ല. ഒരു ഘട്ടം കഴിയുമ്പോൾ മക്കൾ നമ്മളെക്കാൾ വളർന്നാൽ, വഴി ചൊല്ലുണ്ടല്ലോ, നമ്മളെക്കാൾ മക്കൾ വളർന്നാൽ പിന്നെ നമ്മൾ ഉത്തരവാദിത്വം അവർക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ലാതെ നമ്മൾ പിന്നെ അവരെ അക്കാര്യത്തിൽ നിർബന്ധിക്കാനോ നിരുത്സാഹപ്പെടുത്താനോ പോകേണ്ട കാര്യമില്ല. ഈ മാറിയ ഒരു രാഷ്ട്രീയ ലോകത്തെ ഇപ്പോൾ മാവേലിയെ കുറിച്ച് പറയുന്ന പോലെ ഒരുപാട് വാമനന്മാരുള്ളൊരു മേഖലയാണ്. അങ്ങനെ തോന്നാറില്ലേ പലപ്പോഴും? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മാവേലിമാർ മാത്രമല്ല, വാമനന്മാരും ഉണ്ട് എന്നുള്ളതല്ലേ വാസ്തവം? അത് പൊളിറ്റിക്സ് മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. മാധ്യമങ്ങളിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, പൊതുജീവിതത്തിലുണ്ട്. ഓരോ മേഖലയിലും അത്തരം ആളുകൾ ധാരാളം ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ആരെയും സമ്മർദ്ദം ചെലുത്തിപ്പെടേണ്ട ഒരു മേഖലയല്ല. കറക്റ്റ്. അതിനൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും. ജനങ്ങളുമായി ബന്ധപ്പെടാനും അവർ മിങ്കിൾ ചെയ്യാൻ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പേഷ്യൻസ് വേണം. എന്നെ ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ എന്നോട് പറഞ്ഞ ഒരു വാചകം എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ അടുത്തടുത്താണ് താമസിച്ചത്. അദ്ദേഹം 13 തീൻമൂർത്തി ലൈനിൽ, ഞാൻ 14 തീൻമൂർത്തി ലൈൻ. 13 അദ്ദേഹം ഇഷ്ടമുള്ള നമ്പറായിരുന്നു അദ്ദേഹത്തിന്. അതെ, 13 നിന്നപ്പോഴും അദ്ദേഹം രാഷ്ട്രപതിയായിരുന്നു. അപ്പം അദ്ദേഹം എന്നോട് എപ്പോഴും പറയും, പൊളിറ്റിക്സ് എപ്പോഴും വേണ്ടത് പേഷ്യൻസ്, ക്ഷമ. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു. 69 AICC പ്രസിഡൻ്റായി അദ്ദേഹം. അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ AICC ചെറിയ സെല്ലിൻ്റെ കൺവീനറാക്കി. 20 പോയിന്റ് പ്രോഗ്രാം സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അത് സ്വീകരിക്കാതിരുന്നിരുന്നെങ്കിൽ ഞാൻ ആന്ധ്ര ഗവർണർ ആവില്ല, വൈസ് പ്രസിഡൻ്റ് ആവില്ല, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആവില്ല. ഞാൻ ജനിച്ചത് 56-ലാണ്. 56 അദ്ദേഹം യുണൈറ്റഡ് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി. യുണൈറ്റഡ് മധ്യപ്രദേശ്. അപ്പോൾ അവരുടെ ഇപ്പോഴുള്ള വലിയ വലിയ നേതാക്കന്മാരുമായിട്ടുള്ള എൻ്റെ അനുഭവം, അർജുൻ സിംഗ്, ND തിവാരി, VP സിംഗ്,
ധങ്കർദേവ ശർമ്മ, കമലാപതി ത്രിപാഠി, PC ശുക്ല, SC ശുക്ല, ഇന്ത്യ അറിയപ്പെടുന്ന ഒത്തിരി നേതാക്കന്മാരുമായിട്ട് എനിക്ക് തോന്നുന്നു ആ സമയത്ത് രോഹിത്തിന്റെ പ്രായമാണെന്ന് തോന്നുന്നു അല്ലേ? ആ. ഇവരുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന സമയം. അവരുടെ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അനുഭവ പാഠം വളരെ വലുതാണ്. എത്ര പുസ്തകം വായിച്ചാലും മതിയാവാത്ത. PV നരസിംഹറാവുമായിട്ട് 1 മണിക്കൂർ സംസാരിച്ചാൽ 3 പുസ്തകം വായിക്കുന്നതിന് പ്രയോജനം കിട്ടുമായിരുന്നു. ലിവിങ് എൻസൈക്ലോപീഡിയ. അവരോടൊക്കെ നമ്മൾ സംസാരിക്കുമെന്നും അപ്പോൾ അതെൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഈ മക്കൾ രണ്ടുപേരും എപ്പോഴെങ്കിലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒപ്പീനിയനോ ചില അഡ്വൈസോ അതൊക്കെ പറയും അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയും. അവർ രണ്ടുപേർക്കും പൊളിറ്റിക്സ് നന്നായിട്ട് അറിയാവുന്നത്. യു ഫോളോ പൊളിറ്റിക്സ് അല്ലേ? യാ യാ കേരള രാഷ്ട്രീയവും ഫോളോ ചെയ്യാറുണ്ട്, രണ്ടും. നാഷണൽ പൊളിറ്റിക്സ് ഫോളോ ചെയ്യാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുമോ, അതിനകത്ത് റെസ്പോൺസ് വേണ്ട അല്ലെങ്കിൽ ഇന്ന റെസ്പോൺസ് വേണം, അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ടോ? ഫോണിൽ വിളിച്ചാൽ കിട്ടാറില്ല. ഫോൺ വിളിച്ചാൽ കിട്ടാറില്ല, ഞങ്ങൾ വിളിക്കുന്ന പോലെ കാണുന്നൊരു പ്രശ്നം. തന്നെ. പക്ഷേ കേരളത്തിലെ സാധാരണക്കാർ വിളിച്ചാൽ കിട്ടും. ഇത് ഞാൻ കാണുന്ന ഒരു പ്രശ്നം, പണ്ടുണ്ടായിരുന്ന ഒരു കോംറേഡ്ഷിപ്പ് ഇന്ന് മാറി വരുന്ന കാലത്ത് രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടിയിലും ഇല്ല. കറക്റ്റ്. ഒരു കോംറേഡ്ഷിപ്പ് ഉണ്ട്. അപ്പം നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ എല്ലാവരും ഒത്തുകൂടുക, ഒരു സഹൃദയത്വം, ദുഃഖത്തിൽ പങ്കാളിയാകുക, സ്നേഹത്തിൽ ഒരുമിച്ച് നിൽക്കുക. അത് ചേഞ്ച് ചെയ്തൊരു കാലഘട്ടം കൊണ്ടാകാം ഒരു പക്ഷേ, ടെക്നോളജിയുടെ ഒക്കെ ഒരു മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാകാം. അതെല്ലാ ബന്ധങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്, അത് രാഷ്ട്രീയത്തിൽ വളരെയേറെ ഉണ്ട്. അതിന് എങ്ങനെ പോകും? പണ്ടൊക്കെ നമ്മൾ യാത്ര ചെയ്ത് ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ അവിടെ താമസിക്കുകയല്ലേ. കറക്റ്റ്. പൈസ ഉണ്ടാവില്ല, അവരുടെ കൂടെ താമസിക്കുന്നു, അവർ നമ്മളെ ബസ്സിൽ കയറ്റി വിടുന്നു, നമുക്ക് വണ്ടിക്കൂലിക്ക് തരുന്നു, പൈസ തരുന്നു. എത്രയോ കുടുംബങ്ങളിൽ എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ. ഇതൊരു ആശങ്കയുണ്ടോ ഈ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം, രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന സഹൃദയത്വവും കൊമറേഡ്ഷിപ്പും നഷ്ടപ്പെടുന്നത്? അതിനി വരും കാലത്തിൽ, ഇപ്പോൾ കുഞ്ഞിൻ്റെ കാലം, ഇപ്പം രോഹൻ്റെ കാലമാണ് ഇനി വരാൻ പോകുന്നത്, ആ കാലത്തെ എങ്ങനെയാക്കി തീർക്കുന്നൊരു ഭയമുണ്ട്? എനിക്ക് ഭയമുണ്ട്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലും ഇത് കാണുന്ന ഒരു പ്രത്യേകതയാണ്. പണ്ട് ആ ഒരു സ്നേഹം, പരസ്പരം വിശ്വാസം, ചേർത്ത് നിർത്താനുള്ള താല്പര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് പൊളിറ്റിക്സ് എനിക്കെന്ത് കിട്ടുന്നത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഓക്കെ. ഇപ്പോൾ ശ്രീജയും ജുനീറ്റയും കുടുംബത്തിലേക്ക് വന്ന ഈ രാഷ്ട്രീയ കുടുംബത്തിലേക്ക് വന്നവരാണ്. നിങ്ങൾക്ക് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ഉണ്ടോ ജുനീറ്റ മാം? എന്തെങ്കിലും ഉണ്ടോ? എനി പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്? ഇല്ല, എനിക്കൊന്നും അറിയത്തില്ല. ഇല്ല, പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. കുടുംബ പശ്ചാത്തലത്തിലും ഇല്ല. രാഷ്ട്രീയക്കാരെങ്കിലും ഉണ്ടോ? പഞ്ചായത്ത് മെമ്പറെങ്കിലും ആയവരുണ്ടോ കുടുംബത്തിൽ? ഇല്ല, നമ്മുടെ പഴയ തിരുക്കൊച്ചിയിലെ മന്ത്രിയായിരുന്ന TM വർഗീസിന്റെ ആ കുടുംബമാണ്. ഓ ഗ്രേറ്റ്. അപ്പോൾ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബം തന്നെയാണ് അല്ലേ ശ്രീജ മാം? ഇല്ല, ഇല്ല, അങ്ങനെ കുടുംബ പശ്ചാത്തലം പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല വീട്ടിൽ നിന്ന്. അവിടെയാണ് മന്ത്രി കുടുംബത്തിലെ ഒക്കെ വരുന്നത് അല്ലേ? അപ്പോൾ ഈ വിവാദങ്ങളൊക്കെ വരുമ്പോഴേ ഈ രോഹിത്തിനോട് പറയൂ, ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? പ്രത്യേകിച്ച് ശ്രീ രമേശ്, ഉദാഹരണത്തിന് ശ്രീ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന് ഞങ്ങളൊക്കെ കരുതുന്നു, കേരളത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ പലരും കരുതുന്നു. ആ സമയത്തുണ്ടാകുന്ന ടെൻഷൻ എങ്ങനെ ഫീൽ ചെയ്യുന്നത്? നല്ല രീതിയിലുണ്ടായിരുന്നു അല്ലേ? ആ ഒരു ടെൻഷൻ ഫീൽ ചെയ്യും. തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് ഫീൽ ചെയ്യുമോ? പ്രത്യേകിച്ച് ന്യൂസ് ചാനലൊക്കെ കാണുമ്പോൾ ഒന്നുകൂടെ ഞങ്ങളാണ് ടെൻഷൻ ആക്കുന്നതെന്നാണ് പറയുന്നത്. സ്ട്രെസ് ആകും അല്ലേ? അല്ലേ പലപ്പോഴും. ഓക്കെ. ഈ എങ്ങനെ ജുനീറ്റയ്ക്ക്? എനിക്ക് ആക്ച്വലി ഇത് പറ്റി ഒന്നും അറിയത്തില്ല. പക്ഷേ അച്ഛൻ പൊളിറ്റിക്സിൽ ഇത്ര ആക്റ്റീവായിട്ട് നല്ല ഫോർ ഫ്രണ്ട് ആയിട്ട് റൺ ചെയ്യാൻ നമുക്ക് സന്തോഷമായിട്ട് തോന്നുന്നു. ഫീൽ പ്രൗഡ് ആസ് എ ഫാമിലി ടുഗെദർ. വെൻ ഒരു ഏതെങ്കിലും ഒരു ആക്ഷൻ, അച്ഛൻ പറഞ്ഞ പോലെ തൂഫാൻ ഓർ എന്തെങ്കിലും, ഹി ഓൾവേസ് തിങ്സ് ഫോർ ദ പീപ്പിൾ. അപ്പോൾ ഏതെങ്കിലും ഒരു ആക്ഷൻ ചെയ്യാൻ നമ്മൾക്ക് അത് ഉള്ളിൽ നിന്ന് അതൊരു ചിയർ ഉണ്ട് നമ്മളുടെ ഉള്ളിൽ നിന്ന്. പിന്തുണയും കൂടി ഉണ്ടാവും അല്ലേ? ഓക്കെ. ശ്രീജ, എങ്ങനെയാണ് ഈ പ്രത്യേകിച്ച് അനിത ആൻഡ് ശ്രീജ ആൻഡ് ജുനീറ്റ മരുമക്കളുമായിട്ടുള്ളൊരു ഇക്വേഷൻ എങ്ങനെയാണ് അനിത മാം? ഞങ്ങളെല്ലാരും നല്ല ആണ് കൂട്ടാണ്. ഇതുവരെ പിണങ്ങിയിട്ടില്ല? ഇല്ല. പിണങ്ങാൻ അനുവദിച്ചിട്ടില്ല ഇല്ല. അല്ലേ?